ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM. സാഹിത്യവേള. സാഹിത്യവേളയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഊഷ്മളമായ സ്വാഗതം. റേഡിയോ ഉണർത്തിയ മലയാളിത്തം, ഒരു ചിത്രീകരണം ഇപ്പോൾ കേൾക്കാം. പ്രപഞ്ചം മനുഷ്യന് മുൻപിൽ നിറയ്ക്കുന്ന അത്ഭുതങ്ങൾ മണൽത്തരികൾ പോലെ എണ്ണിയാൽ തീരാത്തതാണ്. കാഴ്ചയുടെ അനന്തതയിൽ ആശ്ചര്യമുണർത്തുന്ന നീലക്കടൽ, കയ്യെത്താ ദൂരത്തുനിന്ന് കൺചിമ്മി നമ്മളെ ചിരിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ, നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറത്താണെങ്കിലും നമ്മുടെ ചുറ്റും നിറഞ്ഞു നിന്ന് ജീവൻ തരുന്ന വായു, പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളിൽ സ്വർഗം മെനയുന്ന ഭൂമിയെ വർണ്ണിക്കാത്ത കവികളില്ല. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ? സന്ധ്യകളുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ? വസുന്ധരേ വസുന്ധരേ, കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? മനുഷ്യനറിയാതെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച അത്ഭുതങ്ങളിൽ തരിച്ചു നിൽക്കുമ്പോഴും മനുഷ്യൻ്റെ സ്വപ്രയത്നങ്ങൾ സമ്മാനിച്ച വിസ്മയ ലോകങ്ങൾ പലപ്പോഴും പ്രകൃതിയുടെ മായിക വലയങ്ങൾക്കുമപ്പുറം മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ മനുഷ്യർ അടങ്ങാത്ത ആഗ്രഹങ്ങളിലൂടെ പ്രയാണം ചെയ്ത് അത്ഭുതങ്ങളുടെ സൃഷ്ടികളെ സഹജീവികൾക്ക് നൽകി. തരംഗദൈർഘ്യത്തിലെ വ്യത്യാസമുള്ള വൈദ്യുത കാന്തിക തരംഗങ്ങളെ റേഡിയോ തരംഗങ്ങൾ എന്ന പേര് ചൊല്ലി വിളിച്ചപ്പോൾ ഈ ലോകത്തെ ഉണർത്തുന്ന ഉണർത്തുപാട്ടിൻ്റെ ഈരടികൾ കേൾക്കാനുള്ള ചതുരപ്പെട്ടിയുടെ ജന്മത്തിലേക്ക് തിരിതെളിയിക്കുവാണെന്ന് ഹേർട്സ് ചിന്തിച്ചിട്ടുണ്ടാകുമോ? ശാസ്ത്രത്തിൻ്റെ നാൾവഴികളിൽ റേഡിയോ പിറന്നപ്പോൾ ഉണ്ടായ കോലാഹലങ്ങൾ വലുതായിരുന്നു. ടെസ്ല പരാജയപ്പെട്ടെടുത്ത് മാർക്കോണി ജയിച്ച് പേറ്റന്റ് വാങ്ങി. ഹ്രസ്വ ദീർഘ മധ്യമ ബാൻഡുകളുടെ സ്ഥാനത്ത് FM വന്നപ്പോൾ പ്രക്ഷേപണത്തിൻ്റെ വ്യക്തതയും ഉയർന്നു. ടെസ്ലയ്ക്കും മാർക്കോണിക്കും ഒരുപോലെ അവകാശം പറയാവുന്ന മകനായി പിറന്ന് സ്വന്തം പേരിൽ വളരുന്ന പാട്ടുപെട്ടി എന്ന അത്ഭുത ശിശുവിനെ മനുഷ്യന് അനുഭവിക്കാൻ വിട്ടുകൊടുത്തു. ഈ അത്ഭുത ശിശു ലോക ജനതയ്ക്ക് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് പറയാനാവുന്നതിനുമപ്പുറമാണ്. പക്ഷേ മലയാളിയുടെ രക്തത്തിലും ശ്വാസത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആകാശവാണിയായി റേഡിയോ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു.
ഔദ്യോഗിക റേഡിയോ പ്രക്ഷേപകരായ ആകാശവാണി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലകളിൽ അതിന്റെ പ്രയാണം തുടരുന്നു. ഏലക്കാടിൻ സുഗന്ധം, തേയില തളിർക്കും വസന്തം, അരുവികൾ പാടുന്നു. ഹൈറേഞ്ചിന്റെ ശബ്ദം. ഒരു കാലത്ത് മലയാളികളുടെ ഉണർത്തുബെല്ല് ആകാശവാണിയുടെ വന്ദേമാതരവും സുഭാഷിതവും ഒക്കെയായിരുന്നു. സമ്പ്രതി വാർത്തായാം സ്വയന്താം പ്രവാചക ബലദേവാനന്ദ സാഗരാഹ. ഇത് അറിയാത്ത മലയാളിയാണോ എന്നതിൽ സംശയമാണ്. പള്ളിക്കൂടങ്ങളിലും ആകാശവാണി ഒരു കഥാപാത്രമായിരുന്നു. പഴയ ക്ലാസ് മുറികളിൽ ആകാശവാണി വാർത്താവായനക്കാരനായ എം രാമചന്ദ്രനെ അനുകരിച്ച് കൗതുക വാർത്തകൾ അവതരിപ്പിച്ചവരാണ് മിമിക്രി എന്ന കലയുടെ രാജാക്കന്മാരായി പിന്നീട് അനുകരണ കലാലോകം വാഴുന്നത്. കാലങ്ങൾക്ക് ശേഷം TV അതിഥിമുറികളിൽ സ്ഥാനം പിടിച്ചപ്പോൾ റേഡിയോ ചിതലരിച്ചു മൂടപ്പെടുമെന്ന് പറഞ്ഞവരുടെ കാതുകളിൽ പ്രൈവറ്റ് FM-കളിലൂടെയും റേഡിയോ പരിപാടികൾ ഒഴുകിയെത്തുന്നു. വിഡ്ഢിപ്പെട്ടിയെന്ന് മലയാളി വിളിച്ച TV മടി പിടിപ്പിക്കുന്ന മാസ്മരിക ലോകമാണെന്ന് അനുഭവത്തിലൂടെ നാം അറിഞ്ഞു. മലയാളിയുടെ കുംഭനിറയ്ക്കുന്ന കർഷക കരങ്ങൾക്കും മനസ്സിനും ശാന്തി പകർന്നത് ഒരു കാലത്ത് വായ്ത്താരിയായി പാടിയ നാടൻ പാട്ടുകൾ, കൊയ്ത്തുപാട്ടുകൾ എന്നിവയായിരുന്നെങ്കിൽ റേഡിയോയുടെ വരവോടെ വയലുകളിലും കൃഷിയിടങ്ങളിലും ശരീരമില്ലാത്ത ഗായകർ ചതുരപ്പെട്ടിയിലൂടെ പാടി നാട്ടിലെ കാരിരുമ്പിൻ്റെ കരങ്ങൾക്ക് ഊർജം പകർന്നു. റേഡിയോയിലെ പരിപാടികളുടെ സമയത്തിൽ പകലന്തിയോളം പണിയെടുത്ത മണ്ണിന്റെ മക്കൾക്ക് ഘടികാരം പോലും ആകാശവാണിയുടെ സമയം തെറ്റാത്ത പരിപാടികളുടെ ശബ്ദമായിരുന്നു. ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റും 22 സെക്കൻഡും. ആകാശവാണിയിലെ സുഭാഷിതങ്ങൾക്ക് കാതോർത്ത അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും വീടിന് വിളക്കായിരുന്നു. അക്ഷരങ്ങൾ വിടരാത്ത അവരുടെ കൈവിരലുകളല്ല, മറിച്ച് നാവിൽ നന്മ നിറച്ച വാക്കുകൾ പലതിലും സുഭാഷിതങ്ങളുടെ സൗന്ദര്യ ലഹരിയുണ്ടായിരുന്നു. ഇന്നും പ്രശസ്തരുടെ പ്രസംഗങ്ങളിൽ ആകാശവാണി എന്ന നിറസാന്നിധ്യം വാക്കുകളിൽ തിളങ്ങുന്നത് കേൾക്കാറുണ്ട്. പത്രം വായിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. കാരണം കട്ടൻ കാപ്പിയും പത്രവും മലയാളിത്ത ലക്ഷണങ്ങളാണ്. ഇവയ്ക്കൊപ്പം ചാരുകസേരയിൽ കാർന്നൂരും അരികിൽ നിർത്താതെ പാടുന്ന റേഡിയോയും കൂടെ ഉണ്ടെങ്കിൽ ആ ചിത്രം മലയാളിത്തത്തിൻ്റെ അതിമനോഹര ഓർമ്മ നൽകും. മലയാളിയുടെ നനുത്ത ഓർമ്മകൾ പകരുന്ന മനോഹര ചിത്രങ്ങളിൽ ചായക്കടയും റേഡിയോയും എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയ പങ്കുവയ്ക്കുന്ന ഓർമ്മ ചിത്രങ്ങളിൽ റേഡിയോ ചിരിക്കുന്നത് കാണാം. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താമരപ്പൂ നീ ദൂരെ കണ്ട് മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന് പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. നാടിൻ്റെ നിഷ്കളങ്കത മുഴുവൻ ആവാഹിച്ചിരുന്ന ചായക്കടകൾ മിനിറ്റിന്
റേഡിയോ ഗീതങ്ങൾ പകർന്നു തന്നിരുന്നു. റേഡിയോയിലെ വാർത്തകൾക്ക് കമന്ററി പറയുന്ന പല്ലുകൊഴിഞ്ഞ അപ്പൂപ്പന്മാരുടെ ചർച്ചയ്ക്ക് മതത്തിനും രാഷ്ട്രീയത്തിനുമപ്പുറം ധാർമ്മികത ലയിച്ച കടുപ്പമുണ്ടായിരുന്നു. ഒപ്പം കുടിക്കുന്ന കടുപ്പമുള്ള ചായയും. ആഹാ, ഇതൊക്കെ മലയാള സിനിമകളിൽ എത്രത്തോളം നിറഞ്ഞിരുന്നു എന്നത് പറഞ്ഞാൽ തീരില്ല. കിസാൻ വാണി. റേഡിയോയിൽ കേൾക്കുന്ന വയലും വീടും പരിപാടിയിലെ കർഷക അറിവ് പങ്കുവയ്ക്കുന്ന വേദികളും കൃഷിയിടങ്ങളിൽ തന്നെ വിരിച്ചിട്ട പരമ്പിലിരുന്ന് കപ്പയരിയുന്നവർക്കും സഹായികൾക്കും ഊർജം പകരുന്ന പാട്ടുകളും പാട്ടറിവുകളും എല്ലാം റേഡിയോ എന്ന പാട്ടുപെട്ടിയിൽ നിന്നായിരുന്നു. ഡോക്ടറോട് ചോദിച്ച് എത്രയോ രോഗങ്ങൾക്ക് മരുന്നറിഞ്ഞു. ഒരു കാലത്ത് യുവത്വം കണ്ട പ്രണയ സ്വപ്നങ്ങളിൽ റേഡിയോയ്ക്ക് വലിയ പങ്കുണ്ടായിരുന്നു. സിനിമകളുടെ ശബ്ദരേഖയിലും റേഡിയോ നാടകങ്ങളിലും എല്ലാം അവരുടെ നായകനും നായികയും ഉടലെടുത്തിരുന്നു. ശബ്ദത്തിനൊപ്പം അവർ ജീവിത സ്വപ്നങ്ങൾ നെയ്തു. സ്വന്തം വീട്ടിൽ റേഡിയോ ഇല്ലാതിരുന്നവർ പശുവിനെ മേയ്ക്കാൻ തെരഞ്ഞെടുത്തിരുന്ന കുന്നുകളിലേക്ക് അയൽ വീടുകളിൽ നിന്ന് റേഡിയോ സംഗീതം ഒഴുകിയെത്തി. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്നെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടിന്നു വേണ്ടോ മലാളെ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉടലെടുക്കുന്ന പുതിയ ഗായകരിൽ പലരുടെയും സംഗീത പാടവത്തിന് അടിത്തറ നൽകിയ ഗുരു മറ്റാരുമല്ല, ആകാശവാണി തന്നെ. സിനിമാ ഗാനങ്ങളുടെ ആവർത്തിച്ചുള്ള കേൾവിയും റേഡിയോയിലെ ലളിതഗാന പാഠവുമെല്ലാം അവരെ ഉത്തമ ഗായകരാക്കി. പല ലളിതഗാനങ്ങളും ആകാശവാണിയുടേതെന്ന് മുദ്ര കുത്തിയവയാണ്. ഇന്നും സ്കൂൾ കലോത്സവങ്ങൾ ആകാശവാണി ഗാനങ്ങൾ കടമെടുക്കുന്നുണ്ട്. ആകാശവാണി ഗായികാഗായകനായി കയ്യൊപ്പു ചേർക്കുന്ന കലാകാരന്മാർ അനവധിയാണ്. നാടൻ കലകളും
ശുദ്ധ സംഗീതവും കച്ചേരിയുമൊക്കെയായി ആകാശവാണി സംഗീതത്തിൻ്റെ എല്ലാ ശാഖകളിലേക്കും പടർന്നു പന്തലിക്കുമ്പോൾ ജീവിതത്തിൽ സ്വന്തം കഴിവുകൊണ്ട് ലോകമറിയുന്ന കലാകാരന്മാരായി ജീവിക്കാൻ കൊതിക്കുന്ന അനേകം പ്രതിഭകൾക്ക് ഒരു ചെറുമധുരം തന്നെയാണ് റേഡിയോ. മലയാള നാടിനെ വിട്ട് അടുത്ത കർമ്മദേശം തേടിപ്പോകുന്ന പ്രവാസികൾക്കും ആകാശവാണി കൂട്ടുകാരൻ തന്നെ. പട്ടാളക്യാമ്പിലെ വരണ്ട ഹൃദയങ്ങളെ കുളിർത്തതും से मन्नत है मेरी, लौटा दे जन्नत वो मेरी। खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी। वो अमन वो चमन का नज़ारा, वो अमन वो चमन का नज़ारा। ओ खुदाया लौटा दे कश्मीर दोबारा, ओ खुदाया लौटा दे कश्मीर दोबारा। मेरी रूह की तस्वीर मेरा कश्मीर, ओ खुदाया लौटा दे कश्मीर दोबारा। ओ खुदाया लौटा दे कश्मीर दोबारा। ओ चारों तरफ तो पहले सुकून ही सुकून था, आवाम को वतन से इश्क का जुनून था। अब यहाँ कत्ल है, अब वहाँ खून है। मेरी औलाद मेरे कश्मीर से महरूम है, महरूम है, महरूम है, महरूम है। मेरा कश्मीर संवारा क्यों जब इसको यूं उजड़ना था। हो मेरा कश्मीर संवारा क्यों जब इसको यूं उजड़ना था। खुशनुमा मंजर पे खंजर क्यों चलाया, खुशनुमा मंजर पे खंजर क्यों चलाया। ओ खुदाया लौटा दे कश्मीर दोबारा, ओ खुदाया लौटा दे कश्मीर दोबारा। मेरी रूह की तस्वीर मेरा कश्मीर हो। അകലെയുള്ള ഹൃദയങ്ങളുടെ വേദന അറിയുന്ന പ്രവാസികൾ ചലച്ചിത്ര ഗാനങ്ങളിൽ അവരെ തന്നെ കണ്ടിരുന്നു. പല വരികളും കോറിയിട്ട ചിത്രം അവരുടെ ജീവിതം തന്നെയായിരുന്നു. ഗ്രാമത്തിൻ്റെ നന്മ ഏറെ അറിയുന്നവർ പ്രവാസികൾ തന്നെയാണ് എന്നറിയാൻ പ്രവാസികളുടെ മനസ്സു തുറക്കുന്ന പരിപാടികളും റേഡിയോയ്ക്ക് സ്വന്തം. മറുനാടൻ വിശേഷങ്ങൾ, വിദൂരദേശങ്ങളിലെ കാഴ്ചകളും അനുഭവങ്ങളും ചർച്ച ചെയ്യുന്ന റേഡിയോ പരിപാടി ആകാശവാണിയിൽ വാർത്തകൾ മുഴങ്ങുമ്പോൾ അന്നത്തെ പുതുമകൾ മലയാളി അറിഞ്ഞു. ലോകവും രാജ്യവും പുത്തൻ വാർത്തകൾ പറയുമ്പോൾ പ്രാദേശിക വാർത്തകൾ നാടിൻ്റെ ജീവിതം പറഞ്ഞു. പാട്ടുപെട്ടിയിൽ എങ്ങനെയാണ് ഒരാൾ ഇരിക്കുന്നത്, എവിടെ നിന്നാണ് ഈ ശബ്ദം, ഇതൊക്കെ ചിന്തിക്കുന്ന ബാല്യ കൗതുകങ്ങളും റേഡിയോ കുട്ടനെ ചേർത്ത് എനിക്കെൻ്റെ റേഡിയോ കുട്ടനെ കൂട്ടുള്ളൂ എന്ന് പറഞ്ഞ ജീവിത സായാഹ്നത്തിൽ കൂടെ കിടത്തി മരണമറിഞ്ഞ മുത്തശ്ശിമാരും എല്ലാം റേഡിയോയുടെ ആത്മകഥയിലെ ഏടുകളാണെങ്കിലും
മലയാളിക്ക് ഇന്നും റേഡിയോ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ മൊബൈലുകൾ പലതരം ആപ്പുകളാൽ നിറഞ്ഞ് ശ്വാസം മുട്ടുമ്പോഴും FM-ന് ഒരു സ്പേസ് നൽകുന്നവരാണ് ന്യൂജൻ മലയാളിയും. FM-ലൂടെ ഒഴുകുന്ന പാട്ടിനൊപ്പം വാഹനങ്ങളിൽ പാടാത്ത മലയാളിയില്ല. അങ്ങനെ റേഡിയോ നമ്മളെ ചിലപ്പോഴെങ്കിലും യേശുദാസും ചിത്രയും ഒക്കെയാക്കി. ഒരു കിളി പാട്ടു മൂളവേ മറുകിളിയേറ്റു പാടുമോ, ഒരു കിളി പാട്ടു മൂളവേ മറുകിളിയേറ്റു പാടുമോ, മധുവസന്ത മഴ നനഞ്ഞു വരുമോ, ഒരു സ്വരതാരം പോലെ ജപലയ മന്ത്രം പോലെ അരികെ വരാ, പറന്നു 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 ഞാൻ, ഒരു കിളി പാട്ടു മൂളവേ മറുകിളിയേറ്റു പാടുമോ, ഒരു കിളി പാട്ടു മൂളവേ മറുകിളിയേറ്റു പാടുമോ. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും അടക്കം അനവധി പ്രമുഖരുടെ വിട പറയലും ചിന്തോദീപകമായ പ്രസംഗങ്ങളിലെ വരികളും മലയാളിക്ക് മറക്കാനാകില്ല. ഒരിടവേളയ്ക്ക് ശേഷം തിരക്കുപിടിച്ച ജീവിതത്തിൽ പുതുമ തേടിയ റേഡിയോ പരിപാടികൾ പുതിയ തലമുറയെയും കൂടെ കൂട്ടുന്നു. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്, പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്, പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ, പറയാതെ പള്ളിയിൽ വെച്ചൻ കരളിൽ കേറിയൊളിച്ചവളെ, പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ, ആദ്യമായുള്ളിനുള്ളിൽ പൂത്ത പൂവല്ലേ, സമ്മതം തന്നാൽ നിന്നെ താലി കെട്ടിക്കൊണ്ടുപോവില്ലേ. ഇനിയും സന്തോഷങ്ങൾ അറിയിക്കാനും വേദന മറക്കാനും സ്നേഹത്തിൻ്റെ ആഴം കൂട്ടാനും സ്നേഹ സന്ദേശങ്ങളും ഹൃദയരാഗങ്ങളായ ഇഷ്ടഗാനങ്ങളും ഒക്കെ നിറച്ച് റേഡിയോ ഇന്നും മനസ്സ് നിറയ്ക്കുന്നു. വിനോദവും അറിവും ഒരുമിച്ച് നേടാനാകുന്ന റേഡിയോ പരിപാടികൾ റേഡിയോയെ ചിരഞ്ജീവിയായി ഉയർത്തി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പുതിയൊരു റേഡിയോ ദിനവും ഇതാ വന്നിരിക്കുന്നു. ശബ്ദം നൽകുന്ന സ്വാതന്ത്ര്യം നമ്മിൽ വരയ്ക്കുന്ന നിറമുള്ള ചിത്രങ്ങൾക്ക് പറയുവാൻ ഒത്തിരി കഥകൾ ഇനിയും ബാക്കിയുണ്ട്. ഇനിയും കേൾക്കാം, കേൾക്കാതിരിക്കുന്നത് എങ്ങനെ അല്ലേ? ഏലക്കാടിൻ സുഗന്ധം തേയില തളിർക്കും വസന്തം, അരുവികൾ പാടുന്നു ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ? റേഡിയോ ഉണർത്തിയ മലയാളിത്തം ചിത്രീകരണം കേട്ടല്ലോ. രചന ഡോക്ടർ അനില CS. ആഖ്യാനം സുരേഷ് ഹരിപ്രിയ. നിർവഹണം മാത്യു ജോസഫ്.